നമസ്കാരം. സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് ഭാര്യയെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ, അതായത് നോർമൽ ഡ്യൂട്ടിയും ഡബിൾ ഷിഫ്റ്റും ഒക്കെ ചെയ്ത് ജോലി ചെയ്യുമ്പോൾ ഭർത്താവ് വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് കുന്തിളിച്ച് നടക്കുകയാണെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനിയും അതിനേക്കാളും വലിയൊരു സാമ്പത്തിക കെണിയിലേക്ക് ഈ ഒരു ബന്ധം കൊണ്ട് എത്തിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ ഒരു ആൾ വിളിച്ചിട്ട് സംസാരിച്ചു. അവർ ഭാര്യയും ഭർത്താവൊക്കെ ഗൾഫിലായിരുന്നു. അവിടുന്ന് അവരൊരു യൂറോപ്പ് സ്ഥലത്തേക്ക് പോയി, ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ ചെന്നു, നമുക്കറിയാമല്ലോ, ഇപ്പോൾ പോകുന്ന സ്ഥലത്തൊന്നും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഒന്നും വലിയതായിട്ട് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു 10-15 ഫാമിലിയൊക്കെ ചിലപ്പോൾ കാണത്തുള്ളൂ അവരുടെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന ജോലിയും സ്ട്രെസ്സും ഈ പറയുന്ന ടെൻഷനും ഒക്കെ റിലാക്സ് ആകാനായിട്ട് ചിലപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാം കൂടെ ചിലപ്പോൾ ഒത്തുകൂടുകയൊക്കെ ചെയ്യും. അങ്ങനെ അവരുടെ ഫാമിലിയായിട്ടൊക്കെ ഈ ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഒത്തുകൂടി. ഈ ലേഡിയാണ് ആദ്യം പോയത് അവിടേക്ക്. അത് കഴിഞ്ഞ് അവരുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹത്തിന് ചെന്ന ഉടനെ ജോലിയൊന്നും ആയില്ല. അവരിപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ വീട്ടിലങ്ങിരുന്നു. കാരണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം. പുള്ളിക്കാരിയാണെങ്കിൽ നോർമൽ ഡ്യൂട്ടിയും എക്സ്ട്രാ ഡ്യൂട്ടിയും അങ്ങനെ ഭയങ്കരമായിട്ട്, കാരണം ചെന്നതിൻ്റെ കടമുണ്ട്, പലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, കാരണം വീട് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരങ്ങനെ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ലേഡി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഭർത്താവും കുഞ്ഞുങ്ങളും വരുന്നു. ആ ഒരു കുറച്ച് സമയത്ത് കഴിഞ്ഞപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഫാമിലി ഇതേപോലെ തന്നെ ഗൾഫിൽ നിന്ന് വരികയാണ്. അവിടെ ഇതേപോലെ തന്നെ ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ആ കുടുംബത്തിൽ സംഭവിച്ചാൽ ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയില്ല. അപ്പം ആ ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്, ഭാര്യ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഏകദേശം വലിയ ദൂരമില്ലാത്ത വീടുകളൊക്കെ ഇവരൊക്കെ താമസിക്കുന്നത്, ഇവരൊക്കെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഈ ഒരു 1.5-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭാര്യ മനസ്സിലാക്കുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു കോൾ വരികയാണ്. അപ്പം ഇതിന് ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, ഇവർ വീടൊക്കെ സ്വന്തമായിട്ട് മേടിക്കാനൊക്കെ തുടങ്ങി. ഇവർ ബാങ്കിലൊക്കെ ലോണൊക്കെ അപേക്ഷിച്ച് ഇവർക്ക് ലോണൊക്കെ ഏതാണ്ട് ശരിയാവുക, ഏതാണ്ടൊക്കെയോ സാമ്പത്തികമായി ഇവർക്ക് ലോണൊക്കെ കിട്ടിയൊരു സമയം പെട്ടെന്ന് ഈ പുതുതായിട്ട് വന്ന വീട്ടിലെ ആ ഭർത്താവ് ഇവരെ വിളിച്ച് വരുത്തുകയാണ്. എത്രയും പെട്ടെന്ന് നീ അവരുടെ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വീട്ടിൽ ഈ സ്ത്രീയുടെ ഭർത്താവും മറ്റേ ഭാര്യയും അവിടുത്തെ ഭർത്താവും ഉണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 വർഷത്തിനിടയിൽ 2-3 വർഷത്തിനിടയിൽ ഇവർ തമ്മിൽ അങ്ങ് ഭയങ്കര സ്നേഹമായി. അതായത് ഈ ഭാര്യ ഡ്യൂട്ടിക്ക് പോവും, അവിടുത്തെ ഭർത്താവും ഡ്യൂട്ടിക്ക് പോവും. ഇവിടുത്തെ ഭർത്താവ് വീട്ടിൽ തനിച്ചിരിക്കുകയാണ്, അവിടുത്തെ ഭാര്യ വീട്ടിൽ തനിച്ചിരിക്കുകയാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ കുശലം പറഞ്ഞൊക്കെ തുടങ്ങിയ പരിപാടിയാണ്. പക്ഷെ അതങ്ങ് റിലേഷൻഷിപ്പിലേക്ക് അങ്ങ് വളരെയധികം പോയി. ഒപ്പം അവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോയി. ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടുത്തെ ഭർത്താവ് ഡ്യൂട്ടിക്കിടയിൽ നിന്ന് വീട്ടിൽ വരുമ്പം ഈ മനുഷ്യനെ ഒരു സംശയാസ്പദമായ രീതിയിൽ കാണുകയും ഭയങ്കര വഴക്കങ്ങായി. അന്നേരമാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. ലാസ്റ്റിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് കോംപ്രമൈസിലേക്ക് പോകണമെന്നായി, പല രീതിയിൽ പോയി. അവസാനം ഈ സ്ത്രീ ചെയ്ത പരിപാടി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വീട് മേടിക്കാനോ എന്തിനോ എടുത്ത വളരെ ഭീമമായ ഒരു തുക അവർക്ക് കൊടുത്ത്, അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത തുക കൊടുത്ത് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കി. കാരണം നാട്ടിലൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കെട്ട് പണ്ടാരം അടങ്ങിപ്പോവും. അപ്പം ഇവർക്ക് ഇതെങ്ങനെയും ഈ ഒരു പ്രശ്നം പുറത്തറിയരുതെന്ന് കരുതി ഇതങ്ങ് അങ്ങനെ സെറ്റിൽ ചെയ്യുകയും, ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റി സ്ഥലത്ത് നിന്നും ഇവർ വീണ്ടും വേറെ ഏതൊരു സ്ഥലത്തേക്ക് എങ്ങനെയൊക്കെയോ റിക്വസ്റ്റ് ചെയ്ത്, ഞാനിതിൻ്റെ ടെക്നിക്കലായിട്ട് എനിക്ക് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയത്തുമില്ല, എനിക്ക് അതിന് ആഗ്രഹമില്ല. അവർ പോയി, കാരണം ഈ പ്രശ്നം അവിടെ നിൽക്കേണ്ട എന്ന് കരുതിയിട്ട്. അങ്ങനെ ഇവർ പോയി. ഭർത്താവും ഭാര്യയും തമ്മിൽ സ്വാഭാവികമായിട്ടും സ്വന്തം ഭർത്താവിനെ ഒരു വേറെ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചെന്നൊക്കെ പറയുമ്പം അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെ അയാൾ ഇനിമേഖല പോയി, അയാൾ ഇനി മേലെ ഇങ്ങനെ ചെയ്യത്തൊന്നുമില്ല, അവർ തെറ്റുപറ്റി പോയെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ക്ഷമിച്ചൊക്കെ പോയി. എന്നാലും ആ സ്ത്രീക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവർ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. അവിടെ അങ്ങനെ വലിയ ആൾക്കാരായിട്ടൊന്നും വലിയ മിംഗ്ലിംഗ് ഒന്നുമില്ല. ആ സമയത്തേക്ക് ഭർത്താവിന് ചെറിയ ജോലിയായി. ഇവർക്ക് ഉണ്ടായ ഭീമമായ കടം, അതായത് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇവരെടുത്ത പൈസയാണ് ഇത് അവർക്ക് കൊടുത്തത്, മറ്റേ അവർക്ക് കൊടുത്തത്. അതും കടമായി, ഇവർക്ക് നടക്കുകയും ചെയ്തില്ല കാര്യങ്ങൾ. അപ്പം ആ ഭർത്താവും കൂടെ ചേർന്ന് ജോലിയായി കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അന്ന് കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന വേറൊരു മലയാളി ഫാമിലിയെ കാണാനിടയായി. അപ്പോൾ മലയാളി ഫാമിലിയെ കാണാനിടയായപ്പോൾ ഇവരെ തമ്മിൽ കണ്ടതും, അതായത് ഈ സ്ത്രീ ആ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു ഫാമിലിയിലെ ആ സ്ത്രീയെ കണ്ടതും, ആ സ്ത്രീ ഒരൊറ്റ കരച്ചിൽ ഇവരെ കണ്ടതും. അപ്പോൾ അവിടെ വെച്ച് എന്താ നീ കരയുന്നത്, എന്ത് പറ്റി, ഇപ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടടി എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഒന്ന് വീണ്ടും ഒരു റീയൂണിയൻ, അതായത് വേറെ ഫാമിലിയാണ്, അവരെ മൂന്നാമത്തെ ഒരു ഫാമിലിയുമായിട്ട് ഇവർ കണ്ടപ്പം അവർ തമ്മിൽ സംസാരിച്ചു.
വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതേ പ്രശ്നം, അതായത് ആ വീട്ടിലെ ഭർത്താവിനെയും ഈ പറയുന്ന ആ നേരത്തെ പറഞ്ഞ ആ സ്ത്രീ ഇതേപോലെ സ്നേഹം ആണെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആകുകയും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഭർത്താവ് വന്ന് പിടിക്കുകയും ഇതേപോലെ ഇവരോട് എന്താണോ അവർ ചെയ്തത് ഇച്ചിരിയൊക്കെ വ്യത്യാസമില്ലാതെങ്കിലും ഫലത്തിൽ അവരുടെ ഒന്നും ഭയങ്കര ഭീമമായ തുക ഇവർ അപഹരിച്ചെടുത്തു. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പിന്നെ ഇവർക്ക് സംശയമായി ഇതെങ്ങനെ ഇത് സംഭവം ചിന്തിച്ച് വന്നപ്പോൾ എന്താ അറിയോ, ഈ രണ്ട് സംഭവത്തിനകത്തും ഈ സ്ത്രീകൾക്ക് ബാങ്കിൽ നിന്നൊരു ലോൺ, അതായത് ഒരു ഭീമമായ തുക ഞാൻ പറഞ്ഞില്ലേ ലഭിച്ചു കഴിഞ്ഞ സമയത്താണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ വന്ന് ഇവരെ പൊക്കുന്നത്. പിന്നീട് ഇവർ ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഇവർ മനഃപൂർവ്വം ഒരു ട്രാപ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ട്രാപ്പാണ്. അതായത് ഭാര്യ മനഃപൂർവ്വം വേറൊരു വീട്ടിലെ ഭർത്താവിനെ സ്നേഹം നടിച്ച് അയാളുമായിട്ട് ഈവൻ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് പോലും ഭാര്യയുടെ ഭർത്താവിൻ്റെ സമ്മതത്തോടാണ് അവർ നടത്തുന്നതെന്ന് ഓർത്തണം. അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കൊണ്ട് നിന്ന് ഇവർക്കൊരു സാമ്പത്തികമായ ഒരു സ്ഥിതി എത്തുന്ന സമയത്ത് ഈ ഭർത്താവ് വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും മറ്റേ ഫാമിലി ഇതേടെ നാണക്കേടാണല്ലോ എന്ന് ഓർത്തിട്ട് ഈ പൈസ കൊടുത്ത് അങ്ങ് സെറ്റിലാക്കാൻ നോക്കുകയാണ്. ഇവർക്കപ്പം ഭാഗം സംശയമായി. അപ്പോൾ ഇവർക്ക് ഇത് കേസ് കൊടുക്കണമെന്നല്ല എന്തെങ്കിലും ഒരു ചിന്ത വന്നു. ഈ സമയം കൊണ്ട് ഇപ്പം ഞാനീ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഏകദേശം ഒരു 5-6 വർഷം കൊണ്ട് നടന്ന സംഭവമാണ്. ഈ ട്രാപ്പിലാക്കുന്ന ഫാമിലി ഇപ്പം അവിടെ നിന്ന് മാറി. ഇവർ പറയുന്നത് ഇപ്പം അവർ മാറി വേറെ ഏതോ രാജ്യത്തേക്ക് അവർ പോയേക്കാണ്. ഒരു പക്ഷേ ഇത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാവും. നമ്മൾ പണ്ട് ഒരു സിനിമയ്ക്കകത്ത് ചോദിക്കുന്നുണ്ടല്ലോ, കൂട്ടിക്കൊടുക്കാൻ സക്കീർ ഭായിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് ഉസ്താദാണോ ഏതോ ഒരു സിനിമയ്ക്കകത്ത് മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ടല്ലോ, ഷമ്മിത്തിലങ്ങനെ ചോദിക്കുന്നൊരു ഡയലോഗല്ലേ. അന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കും, ഓക്കെ ശരി, അതൊരു വലിയൊരു ചോദ്യമാണ്, ഒരാളെ കൂട്ടിക്കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കുമോ? പക്ഷേ ഇന്നിപ്പോൾ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്ന് കേരള ജനത്തിന് മൊത്തം അറിയാം. കാരണം സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്താ പറയുക വ്യഭിചാരം ചെയ്യുന്നതല്ല വിൽക്കാൻ റെഡിയായിട്ട് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വന്ന് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് നന്നായിട്ട് അറിയാം. അവരെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അവരെ സംബന്ധിച്ചോളം എങ്ങനെ പണം ഉണ്ടാക്കണം, ആരെ കൂട്ടിക്കൊടുത്താലും അല്ല എൻ്റെ ശരീരം കൊടുത്തെന്ന് പറഞ്ഞാലും എനിക്ക് എങ്ങനെ പണം ഉണ്ടാക്കണം, ആരുടെ മുന്നിൽ ശരീരം പ്രദർശിപ്പിച്ചാലും പണം ഉണ്ടാക്കണമെന്ന് ചിന്തയുള്ളൂ. ഇതെന്തിന് അവരെന്നോട് വിളിച്ച് ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫാമിലി മലയാളിയാണെന്ന് ഓർക്കണം. ഇവർ ആ പറയുന്ന രാജ്യത്തു നിന്ന് ഇപ്പോൾ വേറെ ഒരു രാജ്യത്തേക്ക് പോയിരിക്കുകയാണ്. ഒരു പക്ഷേ ചെല്ലുന്ന കമ്മ്യൂണിറ്റിയിൽ വളരെ നമ്മുടെ സൗഹൃദമായിട്ട് വന്ന് ചിലപ്പോൾ പരിചയപ്പെടാം, നമ്മളോട് ഭയങ്കരമായിട്ട് ഇടപെട്ടെന്നിരിക്കും. എന്നോട് പറഞ്ഞു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് നിന്ന സ്ത്രീയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചതെന്ന് എന്നോട് അവർ പറഞ്ഞു. അപ്പം അത്രേ അടുത്ത് ചിലപ്പോൾ പെരുമാറുന്നവരുടെ ഉള്ളിൽ ചിലപ്പം ഇതൊന്നും ആയിരിക്കത്തില്ല. നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരു ഫ്രണ്ട്സിനെ കിട്ടി കഴിയുമ്പോൾ ഉള്ള എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എനിക്ക് ഇന്ന പൈസ കിട്ടും, അല്ല ഇന്നടത്ത് വസ്തു വിറ്റുമ്പോൾ ഇങ്ങനെ കിട്ടും, ചിലപ്പോൾ ഇത്ര കോടിയാണ്, പക്ഷെ നമ്മൾ എഴുത്തിനകത്ത് ഇത്രേ കാണിക്കുന്നുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. പക്ഷേ ഇന്ന് കേൾക്കുന്ന ആൾക്കാർ നമ്മളെ ഏത് രീതിയിൽ ചൂഷണം ചെയ്യും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ നല്ല ജീവിതം തേടി പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില ചതിക്കുഴികൾ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. താങ്ക് യു.